കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളതല്ല, മുസ്ലിം സമൂഹത്തിൻ്റെ ഈ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കാൻ വേണ്ടിയുള്ള പെടാപ്പാട് പെടുന്നത് കാണുമ്പോൾ ചില കാര്യങ്ങളെക്കുറിച്ച് വെറുതെ ചിന്തിച്ചു പോയി. ചിന്തിച്ചത് വെറുതെ ആണെങ്കിലും അതിൽ വാസ്തവമുണ്ട്. ഇടത്തും വലത്തും നേരെയും നിന്നാൽ എവിടെ നിന്നും അടികിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ഓടിച്ചെന്ന് അവിടെ എത്തി നോക്കിയും ഇവിടെ എത്തി നോക്കിയും അപ്പുറത്തെത്തി നോക്കിയും കിടന്ന് പെടാപ്പാട് പെടുകയാണ് ഏതാണ്ട് 30% വരുന്ന, അല്ലെങ്കിൽ 26-27% വരുന്ന കേരളത്തിലെ മുസ്ലിം സമൂഹം. എല്ലാവരും ഉണ്ട് എന്ന് പറയുമ്പോഴും ആവശ്യഘട്ടങ്ങളിലും സന്നിഗ്ധ ഘട്ടങ്ങളിലും ഉണ്ട് എന്നല്ല, ഉണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് എത്തിപ്പെടുന്നത്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും എടുത്ത് നോക്കുമ്പോൾ അവിടെയൊന്നും മുസ്ലിം ജനവിഭാഗത്തിൻ്റെ രാഷ്ട്രീയത്തിന് സംസ്ഥാനത്തൊട്ടാകെ സ്വാധീനമുള്ള എന്തെങ്കിലും തരത്തിലുള്ള വലിപ്പമോ എണ്ണമോ ജനസംഖ്യയോ ഒന്നുമില്ല. പേരുദോഷം മുഴുവൻ പഴയ മുഗൾ രാജാക്കന്മാർക്കാണ്. അവർ വന്ന് എന്തൊക്കെയോ ചെയ്തു എന്ന് പറഞ്ഞ് ഇന്നത്തെ ഇവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങളൊക്കെയും അനുഭവിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അന്ന് അവർ എന്തെങ്കിലും കാര്യമായി ചെയ്തിരുന്നെങ്കിൽ ഈ പറയുന്ന 5%, 3%, 2%-നുമൊക്കെ അപ്പുറത്ത് വല്ല 70%, 80% ഒക്കെ മുസ്ലിം സമൂഹമാകുമായിരുന്നു. അവരൊന്നും ഒട്ടും ചെയ്തതുമില്ലെന്ന് മാത്രമല്ല, അവരിൽ നല്ലൊരു ശതമാനം പേരും പേരുകൊണ്ട് മുസ്ലിങ്ങളായിരുന്നു എന്നുള്ളതൊഴിച്ചാൽ അവരുടെ ആരുടെയും പ്രവൃത്തി, വിവാഹം, ആരാധന, ജീവിതം ഇതൊന്നും ഒരു മുസ്ലിം സമൂഹത്തിൻ്റെ സാമാന്യവൽക്കരണത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമേ അല്ല. എന്നാൽ അതിൻ്റെ പേരിൽ ഇന്ന് അനുഭവിക്കേണ്ടി വരുന്നത് മുഴുവൻ ഇന്ത്യയിലെ മുസ്ലിം സമൂഹവുമാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ജീവിക്കുന്ന മനുഷ്യരോട്, ആ വിഭാഗത്തിലെ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരോട് എങ്ങനെ അതിൻ്റെ പക വീട്ടണം, പക തീർക്കണം എന്നുള്ളത്, ആ വാശിയും പരമ്പരാഗതമായ വൈരാഗ്യവും ഇന്നുള്ളവർക്ക് മേലെ പ്രയോഗിക്കുകയാണ്. ഈ വന്ന മുസ്ലിം രാജാക്കന്മാരാകട്ടെ എല്ലാവരും അവരുടെ സ്വന്തം രാജ്യം ഭരിക്കുന്നത് പോലെ ഇവിടെ ഭരിച്ച്, ഇവിടെ ജീവിച്ച്, ഇവിടെ നിർമ്മിച്ച്, ഇവിടെ കബറടക്കി, ഇവിടുത്തെ മണ്ണിൽ ലയിച്ചു എന്നുള്ളതിനപ്പുറത്ത് അവരാരും എങ്ങും ഒന്നും കൊണ്ടുപോയതുമില്ല. അങ്ങനെ കൊണ്ടുപോയവരോടൊപ്പം നിന്ന കൂട്ടരെല്ലാം കൂടി ഇപ്പോൾ ചേർന്ന് ഈ നിന്നവരോടും ഇവിടുത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരോടെല്ലാം ഇവരുടെ ദേശീയത തെളിയിക്കാനും മതേതരത്വം തെളിയിക്കാനുമാണ് ആവശ്യപ്പെടുന്നത്. ഈ ജനസംഖ്യയുടെ കണക്ക് നോക്കുമ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ചില മണ്ഡലങ്ങളിലൊക്കെ ഒരു സ്വാധീനിക്കാൻ കഴിയുന്ന പോപ്പുലേഷനോളം മുസ്ലിങ്ങളുണ്ടാവും. എന്നാൽ അങ്ങനെ ഒരു ഗണനീയമായുള്ളത് ഈ പറയുന്ന ബംഗാളിലും, പിന്നെ ഭാഗ്യമെന്നോ ഭാഗ്യദോഷമെന്നോ എന്ന നിലയിൽ കേരളത്തിലുമാണുള്ളത്. കേരളത്തിൽ 26-27% ജനസംഖ്യയുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അവരുടെ സംരക്ഷകരാകാനും അവരെ ഭയപ്പെടുത്താനും ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പമുണ്ടെന്ന് ബോധ്യപ്പെടുത്താനും, എന്നാൽ ഈ പറയുന്ന സന്നിഗ്ധ സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ ആരുമില്ലാത്ത അവസ്ഥയിൽ നിവർന്നു നിന്ന് മുഴുവൻ അടി വാങ്ങിക്കാനും ഒക്കെ വിധിക്കപ്പെട്ട ഒരു സമൂഹമായി മുസ്ലിം സമൂഹം മാറിയിട്ടുണ്ടെന്നുള്ളത് ഒരു സത്യസന്ധമായ കാര്യമാണ്. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് മറ്റേതെങ്കിലും മതത്തിൽപ്പെട്ടവരാരും എന്തെങ്കിലും മതമോ ജാതിയോ മാറി, അല്ലെങ്കിൽ മക്കൾക്ക് അന്ത്രമാനെന്നോ ഇസ്ഹാക്കെന്നോ ഇല്യാസെന്നോ പേരിട്ട് ഈ സമുദായത്തിനോട് കൂറും താല്പര്യവും പ്രകടിപ്പിക്കണമെന്നും നോമ്പെടുത്ത് പ്രകടിപ്പിക്കണമെന്നും പള്ളിയിൽ വന്ന് നിസ്കരിച്ച് പ്രകടിപ്പിക്കണമെന്നും ഒന്നും യാതൊരു നിർബന്ധവും ഇല്ല. നല്ല ഹിന്ദുമതവിശ്വാസികളായിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നല്ല ക്രിസ്തുമതവിശ്വാസികളായിക്കൊണ്ട് തന്നെ ഈ പറയുന്ന അവരവരുടെ നിലപാടുകളും വിശ്വാസവും സൂക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഏകോദര സഹോദരരാണ്, നമ്മൾ ഒരുമിച്ച് ഇന്നലകളിൽ ജീവിച്ചവരാണ്, ഇന്നും ജീവിക്കുന്നവരാണ്, നാളെയും ഉണ്ടാകുമെന്ന് പറയുന്ന ആ സ്നേഹത്തിൻ്റെ ചേർത്തുവെക്കലിൻ്റെ ഒരു കരുതൽ മാത്രം മതിയാവുന്നതാണ്. ചിലരൊക്കെ എഴുതി ചോദിക്കും, 8% സംവരണം പോലും ഇപ്പോൾ ഈ സമുദായത്തിന് ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനൊക്കെ കാത്തു നിന്ന് പാഴായി സമയം കളയുകയാണ് ചെയ്യുന്നത്. അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി നല്ല ബിസിനസ് ചെയ്ത്, നല്ല വ്യവസായം ചെയ്ത്,
മക്കളെയൊക്കെ നല്ല നിലയിൽ പഠിപ്പിച്ച് നല്ല ഉയർന്ന തലത്തിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയുള്ള ആ പരിശ്രമങ്ങളുടെ സംഗതികളാണ് യഥാർത്ഥത്തിൽ ആവശ്യം. ഈ സംവരണമെന്ന് പറയുന്ന സർക്കാർ ഇട്ട് കൊടുക്കുന്ന ഈ എല്ലിൻ കഷണമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ കൊണ്ടൊന്നും ഈ റാങ്ക് ലിസ്റ്റുകൾ വരുമ്പോഴൊന്നും യാതൊരു ഫലവുമില്ല. പിന്നെ ഓളെമുക്കാ ചക്രത്തിന് എവിടെയെങ്കിലും ഒരു പിയൂണായോ ക്ലർക്കായോ ഒന്നും ജോലി ചെയ്ത് പ്രത്യേകിച്ച് ജീവിതത്തിൽ യാതൊരു കാര്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഗതിയാണുള്ളത്. ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഈ മുസ്ലിം സമുദായത്തെ സംരക്ഷിക്കാൻ, അവർക്ക് വേണ്ടി പോരാടാൻ എന്ന പേരിൽ കുറേ ആളുകൾ എല്ലാവരും വാചക കസർത്തുകളും ശബ്ദവും കൊണ്ട് അന്തരീക്ഷമാകെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടികളിൽ പോലും മാന്യമായ അർഹിക്കുന്ന ഒരു സ്ഥാനം ഈ സമുദായത്തിൽ ആർക്കും കിട്ടിയിട്ടുമില്ല, കിട്ടാറുമില്ല. നിങ്ങൾ നോക്കിക്കൊള്ളൂ, എവിടെയെങ്കിലും ഈ പറയുന്ന ഈ പേരുകാരായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും തരത്തിൽ അവരുടെ കഴിവോ മിടുക്കോ എന്നൊക്കെ പറയുന്ന ഘടകങ്ങൾ കൊണ്ട് മാത്രം അല്പകാലമൊക്കെ മിന്നിമറയാൻ എവിടെങ്കിലും അവസരം കിട്ടുന്നു എന്നുള്ളതിനപ്പുറത്ത് ബാക്കി ഇതര സമുദായങ്ങളിലെ കഴിവുകെട്ടവനും യാതൊരു ഏക്കണവും പോക്കണവും ഇല്ലെങ്കിലും കയറി പല സ്ഥലത്ത് ഇരിക്കാൻ കഴിയുന്നത് പോലെ ഇതിനുള്ളിൽ നിന്നൊന്നും ആർക്കും ഇരിക്കാൻ പോലും പറ്റത്തില്ല. എല്ലാ ഇലക്ഷനും വരുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു തമാശയാണ്, വെറുതെ ഒരു കാര്യവുമില്ലാതെ ഒരു പാവപ്പെട്ട എം ഹസനുണ്ട്. ഇപ്പം മുസ്ലിം നേതൃനിരയിൽ ആകപ്പാട് പറയാൻ കഴിയുന്ന പേരുകളിലൊന്നാണ് അദ്ദേഹം. പിന്നെ ഈ സമുദായത്തിനൊരു ഗുണമുണ്ട്, അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ചീത്ത വിളിക്കുന്നത് സൈബർ പോലാരികളായ മുസ്ലിങ്ങളാണ്. ഇത്രമേൽ സെക്യുലറായ ഒരു സമൂഹം വേറെങ്ങും കാണില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ഉറച്ചു നിന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയിൽ നിന്നാൽ ആ സംഘടനയ്ക്ക് വേണ്ടി ഒരു ഫേക്ക് ഐ ഡിയിലുമല്ലാതെ ഒറിജിനൽ ഐ ഡിയിൽ പോയി എന്തറ്റം വരെയും തെറി പറയാൻ യാതൊരു മടിയുമില്ലാത്ത ഉത്തമ സമുദായവും ഉറപ്പുള്ള സമുദായവുമാണ് ഈ സമുദായം. ഇലക്ഷൻ വരുമ്പോൾ വെറുതെ ഒരു പോസ്റ്റ് ഇടും. എന്തെന്നറിയുമോ? വയനാട്ടിൽ എം ഹസൻ മത്സരിക്കാൻ പോകുന്നു. അപ്പോഴത്തേക്ക് അതിൻ്റെ താഴെയുള്ള കമൻറ്റുകൾ നോക്കിയാൽ ആ പാവപ്പെട്ടവന് 1500 തെറി കിട്ടും. അദ്ദേഹമൊക്കെ യൂണിവേഴ്സിറ്റി ചെയർമാൻ മുതൽ ഇതിനകത്ത് നിന്ന് കുറേ കാലം എന്തൊരു വകുപ്പാണ്, പ്രവാസീകാര്യ വകുപ്പെന്ന് പറയുന്ന പിന്നീടെങ്ങും കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു വകുപ്പും അതും ഇതുമൊക്കെ കിട്ടി എവിടെയൊക്കെയോ കുറച്ച് കാലം തിങ്ങി നിറഞ്ഞ് അങ്ങനെയൊക്കെ പോയി എന്നുള്ളത് ഒഴിച്ചാൽ എല്ലാ ആണ്ടോടാണ്ട് ഇലക്ഷനും ഇല്ല നേർച്ചക്കോഴിയെ കൊണ്ടുവന്ന് നിർത്തുന്നത് പോലെ പുള്ളിയെക്കുറിച്ചൊരു വാർത്തയുണ്ടാക്കി വെറുതെ തന്തയ്ക്ക് വിളിപ്പിക്കുന്നത് എന്തിനാണെന്ന് ഒട്ടും മനസ്സിലായിട്ടില്ല. ഞാൻ പുള്ളിക്ക് സീറ്റ് കൊടുക്കണമെന്നൊന്നുമല്ല പറഞ്ഞത്. ഇപ്പോൾ കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാലും അവിടെയൊക്കെയും കഴിവുകൊണ്ടാണെന്ന് പറയുമെങ്കിലും ആ കഴിവിനപ്പുറത്തും മറ്റു പല മാനദണ്ഡങ്ങളും വെച്ച് ബാക്കി ഇതര വിഭാഗത്തിൽപ്പെടുന്ന എത്രയോ പേർ എത്തുന്നുണ്ട്. അവരൊക്കെ തമ്മിലുള്ള ധാരണയൊന്ന് പരസ്പരം കാണേണ്ടതാണ്. ഒരാളിനെ ബഹുമാനിക്കുന്ന രീതിയും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുമ്പോൾ ഒരാൾ കയറി വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർ എഴുന്നേറ്റ് കൊടുക്കുന്ന രീതിയുമൊന്നും. എന്നാൽ ഈ സമുദായത്തിൽ അങ്ങനെ പരസ്പര ബഹുമാനമോ ധാരണയോ ഒന്നുമില്ല. എവിടെയെങ്കിലും ഒരു കസേര കിടന്നാൽ എല്ലാവർക്കും മുന്നിലത്തെ സീറ്റിലിരിക്കണമെന്നല്ലാതെ കൂട്ടത്തിൽ പ്രായമുള്ളവർ വന്നാൽ പോലും വേറൊരു സംഘടനക്കാരൻ മൈൻഡ് ചെയ്യത്തേയില്ല. കാരണം എൻ്റെ സംഘടനയാണ് വലുതെന്നുള്ള നിലയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമുദായമാണ് ഈ സമുദായം. ഞാൻ ചിരിച്ചു പോയത് വേറൊന്നും കൊണ്ടല്ല. ഇപ്പോഴത്തെ പാർലമെൻറ്റ് ഇലക്ഷൻ വരുമ്പോഴും കുറേ ആളുകൾ പ്രചരിപ്പിക്കുന്നത് ഇത് മുസ്ലിങ്ങൾ മുഴുവൻ പിടിച്ചെടുത്തുകൊണ്ട് പോകാൻ പോവുകയാണെന്ന്. മറ്റു കുറേ ആളുകൾ പറയുന്നത് ഞങ്ങൾ ജയിച്ചില്ലെങ്കിൽ മുസ്ലിങ്ങളുടെ കാര്യമെല്ലാം അന്തക്കഷ്ടത്തിലായി പോകുമെന്ന്. വേറൊരാൾ പറയുന്നത് അവരുടെ കൂടെ പോയാൽ അവരുടെ കൂടെ ഉള്ളവരെല്ലാം അങ്ങോട്ട് പോകുന്നത് കൊണ്ട് ഞങ്ങൾ മാത്രമാണ് കൂടെ ഉള്ളത്, ഞങ്ങളാണ് മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നതെന്ന്. എന്നാൽ ഒന്നുകൂടി അടുത്ത് നിന്ന് നോക്കിയാൽ 3 സ്ഥലത്തുനിന്നും മിച്ചം കിട്ടുന്നത് അടി മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ തോന്നുന്ന കാര്യം, ആരെങ്കിലുമൊക്കെ പോകുന്നെങ്കിൽ സന്തോഷത്തോടെ അവരെ യാത്രയാക്കുകയും അവർക്ക് വേണ്ടി വന്നാൽ നല്ല പാട്ടൊക്കെ പാടിക്കൊടുത്ത് ഈ ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളാരും ഇപ്പം നിൽക്കുന്ന പാർട്ടി നിൽക്കണ്ട, വേറെ ഏതെങ്കിലുമൊക്കെ പാർട്ടികളിൽ പോയി വളരെ സന്തോഷമായി ജീവിക്കൂ എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഓരോ ഇലക്ഷനും വരുമ്പോൾ ഇതൊരു പ്രധാന ഘടകമാണ്. ആവേശം കൊള്ളിച്ച് ഒച്ചയുണ്ടാക്കി ബഹളമുണ്ടാക്കി എന്തു വേണമെങ്കിലും പറയുന്നൊരു സ്ഥിതിവിശേഷം. ഇപ്പോൾ സാധാരണ NSSൻ്റെ പരിപാടി നടക്കുമ്പോൾ നമ്മുടെ സുകുമാരൻ നായരി ഏട്ടൻ എല്ലാവരെയും എന്തെല്ലാം പറയും, ഇറക്കി വിടും, തെറി പറയും, എല്ലാം പറയും. എന്നാൽ
ഇപ്പോൾ ന്യൂനപക്ഷങ്ങളുമായിട്ടുള്ള മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രി അവരോട് തന്നെയാണ് ആ പ്രയോഗിച്ച തെമ്മാടിത്തം എന്ന് പറയുന്ന വാക്കൊക്കെ പ്രയോഗിച്ചത്. മറ്റുള്ള സ്ഥലങ്ങളിൽ സമുദായ നേതാക്കളാണിത് പ്രയോഗിക്കുന്നതെങ്കിൽ ഇവിടെ പ്രയോഗിക്കപ്പെടുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് ഈ സമുദായത്തിലുള്ള നേതാക്കൾ. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയും. പക്ഷേ അല്ലാതെ വേറൊരാൾ പറഞ്ഞാൽ നിശബ്ദതയോടെ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് ഈ കൂട്ടത്തിലുള്ളത്. എന്നിട്ടും ഇവരെ വിളിക്കുന്ന പേര് അഹങ്കാരികളെന്നും ധിക്കാരികളെന്നുമൊക്കെയാണ്. നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറ് നേരം വെളുത്താൽ വൈകിട്ട് വരെ ആരെയെല്ലാം എന്തെല്ലാം പറയും. എന്നാൽ ഞങ്ങളുടെ കുഞ്ഞാപ്പായോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചു നോക്ക്. ഇതുപോലെ പൂവിരിയുന്ന മാർദ്ദവത്തോടെ തേൻ കിനിയുന്ന മധുരത്തോടെയാണ് അദ്ദേഹം മറുപടി പറയുന്നത്. മുസ്ലിം സമുദായ നേതാക്കൾ ആരെങ്കിലും വേറെ ആരെയെങ്കിലും ഇതുപോലെ പറയുമോ? പി സി ജോർജിനെക്കുറിച്ച് പറയുമോ? പത്മജയെക്കുറിച്ച് പറയുമോ? അല്ലെങ്കിൽ പി സി ജോർജിൻ്റെ മോനെക്കുറിച്ച് പറയുമോ? എന്തൊക്കെ പറഞ്ഞാലും ഇത്തരം ചിന്തകൾ കൂടി എല്ലാവരുടെയും മനസ്സിൽ നിന്ന് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്.